രാവിലെ എണീറ്റ് ആദ്യം തന്നെ നോക്കിയത് ഇന്നലെ അപ്പത്തിന് കലക്കി വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ടെന്നാണ്. അതിങ്ങനെ പൊങ്ങിയേക്കണത് കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി. ഇനി അടുപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടിട്ടും 2 ഇറ്റാലിയൻ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൊണ്ടിട്ടും വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കണില്ലെന്നേ. ഇത് നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന് മല്ലിയല്ല പുതിനയല്ല സവാളയൊക്കെ ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. കൂട്ടത്തിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. അവർ വലിയ ഭക്ഷണപ്രിയരല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ വിഭവത്തിൽ ഒതുക്കിയത്. സാമലപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഗിഫ്റ്റുകൾ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലേക്കാണ് പോയത്. അങ്ങനെ അവൻ്റെ ഒപ്പം കുറച്ചു നേരം അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കുവേ സാമൂല് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നേക്കാണ്. അങ്ങനെ അതൊക്കെയും വായിച്ച് അവൻ്റെ കൂടെ കുറച്ചു നേരം അങ്ങേരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി നമ്മുടെ അപ്പം ഉണ്ടാക്കി ചായയും റെഡിയാക്കി. കഴിഞ്ഞ ദിവസം താറാവോര ഉണ്ടാക്കി വെച്ചിരുന്നത് കുറച്ചെടുത്തിട്ട് ചൂടാക്കി എല്ലാവരും കൂടി അപ്പവും താറാവോരയും കഴിച്ച് കാലത്തെ പരിപാടി അങ്ങ് ഒതുക്കി. ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ കൂടി എടുത്തു എൻ്റെ ഇടയ്ക്ക്. ഇതെനിക്ക് സബിൻ ഗിഫ്റ്റ് എന്ന തൊപ്പിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അതൊക്കെ വെച്ച് റെഡിയായി എല്ലാവരും കൂടി പള്ളിയിലോട്ട് പോയേ. ഇന്നാണെങ്കിലോ വഴിയിൽ ഒറ്റ മനുഷ്യരും ഇല്ല. തിരിച്ചു വന്ന് ഉച്ചഭക്ഷണത്തിന് കൂടി അവരും കൂടി വരണോണ്ടിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കായി. അവരുടെ വീഡിയോകൾ പിടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ അവരെ കാണിക്കാത്തത്. അങ്ങനെ ആദ്യം തന്നെ ഇവിടെ കുറച്ച് പന്നിയിറച്ചിയുടെ പല വേഷൻസ് ആയിട്ടുള്ള സലാമയും സ്പെക്കും പ്രൊഷൂത്തോയും കൂട്ടത്തിൽ ഇൻസലാത്ത റൂസും ഒക്കെ ആയിട്ട് അങ്ങ് തട്ടി. പിന്നെ അവർ കൊണ്ടുവന്നതാണ് ഇതിനെ വലിയ ടർക്കി കോഴീനെ സൂപ്പ് വെച്ചത്. പിന്നെ ഈ ഫ്രൂട്ട്സ്. ഇതിന് തന്നെ നമ്മുടെ കടുക് അരച്ചൊരു ടേസ്റ്റായിരുന്നേ. കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ എന്നാലും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്വന്തം വിഭവമായ ബിരിയാണിയും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഇച്ചിരി സാലഡും കൂടി കഴിച്ച് ക്രിസ്മസ് ഉച്ചയൂണങ്ങ് കഴിഞ്ഞു. പിന്നെ നേഴ്സുമാരായതുകൊണ്ടിട്ട് ക്രിസ്മസ് ആണ് ഈസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് സബിന് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും സാമൂലും കൂടി അവരുടെ കൂടെ കുറേ നേരം ഇരുന്ന് കളികളൊക്കെ കളിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ഈവനിങ് അങ്ങനെ അങ്ങ് തീർന്നു. സ്വസ്ഥമായിട്ടിരുന്ന് വൈനും കേക്കൊക്കെ കഴിച്ചത് രാത്രി സബിൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ദിവസത്തെ വിശേഷങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ കാണാം. രാവിലെ എണീറ്റ് ആദ്യം തന്നെ നോക്കിയത് ഇന്നലെ അപ്പത്തിന് കലക്കി വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ടെന്നാണ്. അതിങ്ങനെ പൊങ്ങിയേക്കണത് കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി. ഇനി അടുപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടിട്ടും 2 ഇറ്റാലിയൻ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൊണ്ടിട്ടും വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കണില്ലെന്നേ. ഇത് നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന് മല്ലിയല്ല പുതിനയല്ല സവാളയൊക്കെ ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. കൂട്ടത്തിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. അവർ വലിയ ഭക്ഷണപ്രിയരല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ വിഭവത്തിൽ ഒതുക്കിയത്. സാമലപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഗിഫ്റ്റുകൾ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലേക്കാണ് പോയത്. അങ്ങനെ അവൻ്റെ ഒപ്പം കുറച്ചു നേരം അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കുവേ സാമൂല് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നേക്കാണ്. അങ്ങനെ അതൊക്കെയും വായിച്ച് അവൻ്റെ കൂടെ കുറച്ചു നേരം അങ്ങേരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി നമ്മുടെ അപ്പം ഉണ്ടാക്കി ചായയും റെഡിയാക്കി. കഴിഞ്ഞ ദിവസം താറാവോര ഉണ്ടാക്കി വെച്ചിരുന്നത് കുറച്ചെടുത്തിട്ട് ചൂടാക്കി എല്ലാവരും കൂടി അപ്പവും താറാവോരയും കഴിച്ച് കാലത്തെ പരിപാടി അങ്ങ് ഒതുക്കി. ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ കൂടി എടുത്തു എൻ്റെ ഇടയ്ക്ക്.